നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നതും ഇന്ത്യയിലാണ്. ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്നാണല്ലോ തെരഞ്ഞെടുപ്പുകളെ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. ത്രിതല പഞ്ചായത്തുകളിലേക്കടക്കം ജനാധിപത്യ രീതിയിലാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്കിലും രാജ്യത്ത് രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ ആണ് ഉള്ളത്. ഒന്ന്, പാർലമെന്റിലേക്ക് അംഗങ്ങളെ അയക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ആസന്നമായിട്ടുള്ളത്. മറ്റൊന്ന്, നിയമനിർമ്മാണ സഭകൾ, സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്ക് നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ആണ്. ഈ തെരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് വ്യത്യസ്തമായ സമയങ്ങളിൽ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ചെലവേറെയാണ് എന്നാണ് ഒരു പക്ഷത്തിൻ്റെ നിഗമനം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കൽ, ഇതെല്ലാം രാജ്യത്തിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാലോ എന്ന ആലോചനകൾ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ വരും കാലങ്ങളിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്, ലോക്സഭയിലേക്കും ഒപ്പം വിവിധ സംസ്ഥാനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടക്കുമോ? എന്താണ് ഈ സമിതിയുടെ ശുപാർശ? ഇതടക്കമുള്ള വാർത്തകൾ ആണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയമാകുന്നത്. വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കേരളത്തിന്റെ ഫലം വന്നു കഴിഞ്ഞു. കേരളത്തിന്റെ ഫലം പുറത്തു വന്നു കഴിഞ്ഞു. ഇടതു മുന്നണി 4 വിജയിക്കും. UDF 14, LDF 4, NDA, BJP 2 സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് ന്യൂസ് 18 സർവേ പറയുന്നത്. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഫലം തുടരുന്നു. ഇന്ന് ഹിന്ദി ഹൃദയഭൂമി ആർക്കൊപ്പമെന്ന് സർവേ. വൈകിട്ട് 6 മുതൽ 10 വരെ ന്യൂസ് 18 കേരളത്തിൽ തത്സമയം. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ഇന്ന് നിശ്ചയിച്ചേക്കും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതി യോഗം ഡൽഹിയിൽ. നിയമന രീതിക്കെതിരായ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പഠന സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. 2029 തെരഞ്ഞെടുപ്പ് ഒന്നിച്ചു നടത്താൻ ശുപാർശയെന്ന് സൂചന. BJPയിൽ ചേരുന്ന കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെ? സർപ്രൈസ് പൊളിക്കാതെ സംസ്ഥാന നേതൃത്വം. കൂടുതൽ നേതാക്കളും പ്രവർത്തകരും രാവിലെ 11 മണിക്ക് അംഗത്വമെടുക്കുമെന്ന് അവകാശവാദം. ആന്ധ്രയിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങി TDP. നിയമസഭയിലേക്ക് 50-ഉം ലോക്സഭയിലേക്ക് 16-ഉം സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. പ്രതിഷേധം കടുപ്പിച്ച് കർഷകർ. ഡൽഹിയിൽ ഇന്ന് മഹാപഞ്ചായത്ത്. സമരത്തെ അടിച്ചമർത്താൻ നോക്കേണ്ട എന്ന് സംയുക്ത കിസാൻ മോർച്ച. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ 5 ദിവസത്തെ സന്ദർശനം. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച. സർവീസ് വിപുലീകരിച്ച് കൊച്ചി വാട്ടർ മെട്രോ. പുതിയ 2 റൂട്ടുകൾ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പുതുതായി ആരംഭിക്കുന്നത് 4 ടെർമിനലുകൾ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാടും പുനലൂരും ഉയർന്ന താപനില. തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയർന്നു. പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനു മുകളിൽ. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗം. ചിന്നക്കനാലിൽ ആക്രമണം തുടർന്ന് ചക്കക്കൊമ്പൻ. 301 കോളനിയിൽ വീട് തകർത്തു. വീട്ട് ഉപകരണങ്ങളും നശിപ്പിച്ചു. പത്തനംതിട്ട സീതത്തോടിൽ യുവാക്കളെ ആക്രമിച്ച് കാട്ടാനക്കൂട്ടം. വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം. കർണാടക സർക്കാരുമായി നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങൾ വിലയിരുത്തും.
വിധികർത്താവിന്റെ മരണത്തോടെ കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ വിവാദം വഴിത്തിരിവിലേക്ക്. ഷാജിയുടെ ആത്മഹത്യ സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കെ താൻ നിരപരാധിയെന്ന് ആത്മഹത്യാക്കുറിപ്പ്. മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കോടതിയിൽ. തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി. മെഗാ ഒപ്പീനിയൻ പോൾ തുടരുന്നു. വാർത്താരംഭം ഇന്നലെ ആരംഭിച്ചത് ന്യൂസ് 18 നടത്തുന്ന മെഗാ ഒപ്പീനിയൻ പോളിന്റെ വിശദാംശങ്ങളുമായി ആയിരുന്നു. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം നിൽക്കും എന്നതായിരുന്നു പ്രധാനപ്പെട്ട സർവേ. ആ സർവേയുടെ വിശദാംശങ്ങൾ രാഷ്ട്രീയ കേരളം മാത്രമല്ല ദേശീയ തലത്തിൽ അടക്കം വലിയ ചർച്ചയ്ക്കാണ് ഇപ്പോൾ വഴിവെച്ചിട്ടുള്ളത്. അതിൽ കേരളത്തിൽ NDA അക്കൗണ്ട് തുറക്കും എന്ന് ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായി 2 സീറ്റുകൾ NDA നേടും എന്നാണ് ഈ സർവേയിൽ വ്യക്തമായിട്ടുള്ളത്. LDF 4 UDF 14 സീറ്റുകൾ നേടും. ഉത്തർപ്രദേശിൽ BJPക്ക് ക്ലീൻ സ്വീപ്പ് ആണ് സർവേയിൽ പറയുന്നത്. 80-ൽ 77 സീറ്റുകൾ ഇത്തവണ BJP നേടും എന്നാണ് സർവേ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യ മുന്നണിക്ക് 2 സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും 1 സീറ്റ് BSPക്ക് ലഭിക്കും എന്നുമാണ് സർവേ. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ DMKക്ക് സീറ്റുകൾ കുറയും. 39 സീറ്റുകളിൽ നിന്ന് 30 സീറ്റിലേക്കാണ് DMK താഴുക. 5 സീറ്റിൽ NDA വിജയിക്കും എന്നും പ്രവചനമുണ്ട്. 4 ADMK ആണ് വിജയിക്കാൻ സാധ്യത. ബീഹാറിലെ 40 സീറ്റിൽ 38 സീറ്റും NDA നേടും. 2 സീറ്റുകൾ മാത്രമായിരിക്കും ഇന്ത്യ മുന്നണി നേടുക. മധ്യപ്രദേശിലും സ്ഥിതി വ്യത്യസ്തമായിരിക്കില്ല. 29 സീറ്റിൽ 28 NDA വിജയിക്കുമെന്നാണ് പ്രവചനം. ഹരിയാനയിൽ 10-ൽ 10 NDA സ്വന്തമാക്കും. പഞ്ചാബിൽ 13 സീറ്റിൽ 7 കോൺഗ്രസ് പിടിക്കും. ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും AAP ഇവിടെ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അവർക്ക് 1 സീറ്റ് കിട്ടും. NDA 3 സീറ്റും ശിരോമണി അകാലിദൾ 2 സീറ്റും നേടും. ഹിമാചൽ പ്രദേശ്, ഡൽഹി സംസ്ഥാനങ്ങൾ പൂർണ്ണമായി NDA നേടും. 2 ക്ലീൻ സ്വീപ്പ്. ഡൽഹിയിലെ 7 ഹിമാചലിലെ 4 സീറ്റുകളിലും NDAക്ക് ആയിരിക്കും സമ്പൂർണ്ണ ജയം എന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തുവരുന്ന ഏറ്റവും വലിയ സർവേ ഫലം ആണ് ഇന്നലെ ഞങ്ങൾ പുറത്തുവിട്ടത്. ശേഷിക്കുന്ന സംസ്ഥാനങ്ങളുടെ അഭിപ്രായ സർവേ ഫലം ഞങ്ങൾ ഇന്ന് പുറത്തുവിടും. വൈകിട്ട് 6 മുതൽ 10 മണി വരെയാണ് ഒപ്പീനിയൻ പോളിന്റെ 2ാം ഘട്ടം നടക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത് ആണ് ചേരുന്നത്. സജിത്ത്, ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന സർവേ ഫലം ആണ് നമ്മൾ ഇന്നലെ പുറത്തുവിട്ടു തുടങ്ങിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വിമർശനം നേരിടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. BJPക്ക് അനുകൂലമാകുന്ന ഒരു സർവേ ഫലമാണ് നമ്മൾ പുറത്തുവിട്ടത് എന്നുള്ളതാണ്. പക്ഷേ കണക്കുകൾ പരിശോധിച്ചാൽ ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ 80 സീറ്റുകൾ ആണ് ഉള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 62 സീറ്റുകളിൽ ഉൾപ്പെടെ BJP ആണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. ഡൽഹിയും ഹരിയാനയും ഒക്കെ അടക്കമുള്ള സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തൂത്തുവാരിയ ഒരു പശ്ചാത്തലമുണ്ട്. അതിൽ നിന്ന് മാറ്റമുണ്ടാകില്ല എന്ന ഒരു പൊതുവിലയിരുത്തലിലേക്ക് ഈ സർവേ ഫലം പോയിട്ടുണ്ട്. ഒപ്പം മറ്റു ചിത്രം എങ്ങനെയാണ്? ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രമാണ് നമ്മൾ പുറത്തുവിടുക? അഭിലാഷ് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പായി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി പുറത്തുവരുന്ന ഏറ്റവും വലിയ ഒരു അഭിപ്രായ സർവേ ഫലം എന്നതാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട സർവേ ഫലത്തിൻ്റെ ഒരു പൊതുചിത്രം. തെരഞ്ഞെടുപ്പ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇപ്പോഴുള്ള മനസ്സ് എന്താണ്, ആർക്കൊപ്പമാണ് അവരുടെ മനസ്സ് നിൽക്കുന്നത് എന്നതറിയാനാണ് രാജ്യത്തുടനീളമായി നടന്ന ഈ സർവേയിലൂടെ നമ്മൾ ലക്ഷ്യമിട്ടത്. ഇന്നലെ 9 സംസ്ഥാനങ്ങളിലെ 242 സീറ്റുകളുടെ ഫലമാണ് അഭിപ്രായ സർവേ
ഫലമാണ് നമ്മൾ പുറത്തുവിട്ടത്. ഇന്നത്തെ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഇന്ന് കൂടുതൽ സംസ്ഥാനങ്ങളുണ്ട്. 12 സംസ്ഥാനങ്ങളാണ് ഇന്ന് കടന്നു വരുന്നത്. ഇന്നലെ ഹിന്ദി ഹൃദയഭൂമി, അതായത് രാജ്യത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളായി നമ്മൾ പൊതുവിലയിരുത്തപ്പെടുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങൾ ഇന്നലെ ഉൾപ്പെട്ടിരുന്നു. ഇന്നും അത്തരം സംസ്ഥാനങ്ങൾ ആ ലിസ്റ്റിലേക്ക് കടന്നു വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ന് 276 സീറ്റുകളുടെ ഫലമാണ്, ഇന്ന് അഭിപ്രായ സർവേ ഫലമാണ് നമ്മൾ പുറത്തുവിടുക. വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെയുള്ള സമയത്തായിരിക്കും സുവ്യക്തമായുള്ള ഈ ഫലം നമ്മൾ പുറത്തേക്ക് വരിക. ഇന്നലത്തെ ഒരു ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം കേരളമാണ്. മലയാളികളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ അഭിപ്രായ സർവേ ഫലം ആർക്ക് അനുകൂലം, എന്താണ് മലയാളികൾ ഈ വിഷയത്തിൽ കണ്ടത് എന്നതാണ് പ്രസക്തമായ കാര്യം. ഇന്നലത്തെ ഒരു ചിത്രത്തിലേക്ക് വന്നാൽ അഭിലാഷ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് NDAക്ക് 2 സീറ്റുകൾ ഈ അഭിപ്രായ സർവേ ഫലത്തിൽ വിട്ടത്, അത് ഏതെങ്കിലും ഒരു കക്ഷിക്ക് അനുകൂലമായ നിലപാടാണോ സ്വീകരിച്ചത് എന്ന വിമർശനം സ്വാഭാവികമായി ഉയരും. കാരണം ഇതുവരെയും അക്കൗണ്ട് തുറക്കാത്ത NDA BJPക്ക് എന്തുകൊണ്ട് 2 സീറ്റ് എന്ന ചോദ്യമുണ്ടാവും. മധ്യ കേരളത്തിലും ഒപ്പം തെക്കൻ കേരളത്തിലുമായുള്ള 2 സീറ്റുകൾ NDAക്ക്, അതായത് BJPക്ക് ലഭിച്ചേക്കാം എന്ന സാധ്യതയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള CAA വിജ്ഞാപനം പുറത്തു വരുന്നതിന് മുമ്പുള്ള ഒരു അഭിപ്രായ സർവേ വോട്ടെടുപ്പിൻ്റെ ഫലമാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതിനുശേഷം സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ടായേക്കാം എന്നൊരു വ്യക്തതയുണ്ട്. അത് എല്ലാ അഭിപ്രായ സർവേകളെയും പൊതുവിൽ ബാധിക്കുന്ന കാര്യവുമാണ്. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ ഈ തെക്കൻ കേരളത്തെയും അല്ലെങ്കിൽ മധ്യ കേരളത്തിലെയും 2 സീറ്റുകളുടെ ജയസാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് ഈ അഭിപ്രായ സർവേ സാധ്യതകൾ പങ്കുവെച്ച് പറയുന്നത്. ഒരു പക്ഷേ അത് 2 സീറ്റ് വരെ നേടിയേക്കാം, അല്ലെങ്കിൽ 2 സീറ്റ് പോലും ലഭിക്കാതെയും വന്നേക്കാം. അത്തരം സാധ്യതകൾ എല്ലാ ഈ സർവേകൾക്കും പൊതുവിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി, കൃത്യത സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാവുകയും ചെയ്യുന്നതാണല്ലോ. ഇനി സംസ്ഥാനത്തിൻ്റെ മറ്റു പൊതുചിത്രത്തിലേക്ക് വരുമ്പോൾ 14 സീറ്റുകളിലേക്ക് UDF വരുന്നു, ഒപ്പം 4 സീറ്റുകളിലേക്ക് ഇടതുമുന്നണി LDF വിജയിച്ചു കയറുന്നു എന്നതാണ്. അതായത് LDF നില മെച്ചപ്പെടുത്തുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്തുണ്ട് എന്നതാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട സർവേയുടെ ഒരു പൊതുചിത്രം. എന്നാൽ UDFന് കാര്യമായ നഷ്ടമുണ്ടാവുന്നില്ല, 14 സീറ്റിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഇന്നലെ പുറത്തുവിട്ട ഈ സർവേ ഫലങ്ങളുടെ ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ വ്യക്തമാകുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഈ BJP ജയിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന 2ഇടത്തും നെക്ക് ആൻഡ് നെക്ക് പോരാട്ടം നടക്കുന്നു എന്നതാണ് വ്യക്തമാവുന്ന കാര്യം. അതായത് ചെറു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാവാം ഈ BJP സ്ഥാനാർത്ഥികളുടെ വിജയം അവിടെ ഉണ്ടാവുക എന്നതാണ്. അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജും സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് പൊതുവിൽ ഇന്നലത്തെ സർവേ ഫലത്തിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഈ അഭിപ്രായ സർവേ ഫലം അനുസരിച്ചുകൊണ്ടുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ്, സീറ്റ് വോട്ടിംഗ് ഷെയർ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അത് ഇങ്ങനെയാണ്. UDF 47% വരെ വോട്ട് നേടിയേക്കാം, ഇടതുമുന്നണി 32%, ഒപ്പം NDA 18% എന്നതാണ് സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുചിത്രമായി വരുന്നത്. സ്വാഭാവികമായും NDA അവരുടെ വോട്ടിംഗ് ഷെയറിൽ വലിയ വർധനവ് വരുത്തുന്നുണ്ട് എന്നതാണ് ഈ ഇന്നലെ നമ്മൾ പുറത്തുവിടുന്ന ഈ കണക്കിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യം. ഒപ്പം സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാഹചര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിൽ, ഈ സർവേയിൽ കടന്നു വന്നിരുന്നു. അത് ആര് ജയിക്കും, ആര് തോക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുമെന്ന ചോദ്യമല്ല കടന്നു വരുന്നത്. മറിച്ച് സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യങ്ങളിൽ നിങ്ങൾ തൃപ്തരാണോ, കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനം എന്താണ്, നിങ്ങളുടെ MPയിൽ നിങ്ങൾ തൃപ്തരാണോ, ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇതിൽ ഓരോ MPയുടെയും പെർഫോമൻസ് പ്രത്യേകം വിലയിരുത്തി പരാമർശിച്ചു തന്നെയാണ് ഈ സർവേ ഫലങ്ങൾ പോയത്. അത് വളരെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആയതുകൊണ്ടാണ് നമ്മൾ അത്തരം മൈന്യൂട്ട് പോയിന്റ്സുകളിലേക്ക് പോവാതിരുന്നത്. പക്ഷേ 1-2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താം. അതിൽ ഒന്ന്, നരേന്ദ്രമോദിക്ക് എത്ര വോട്ട് എന്നുള്ളതാണ്. സ്വാഭാവികമാണ്, മലയാളികൾ നരേന്ദ്രമോദിക്കല്ല വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്, അവർ രാഹുൽ ഗാന്ധിയാണ് നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ് ഇന്നലെ കേരളത്തിൽ നിന്നുള്ള അഭിപ്രായ സർവേ ഫലത്തിൽ വന്ന ഒരു കാര്യം. മുൻകാലങ്ങളിലും അതായിരുന്നു. ദേശീയ തലത്തിൽ നരേന്ദ്രമോദി വലിയ ഫിഗറായി നിൽക്കുമ്പോഴും മലയാളികൾ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക്. അതിൽ സത്യസന്ധത, കഠിനാധ്വാനം, ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് അവിടെ കൂടുതൽ പരിഗണന കിട്ടിയിരിക്കുന്നത് മലയാളികൾ നിന്നുള്ളതാണ് ചിത്രമായ ഒരു കാര്യം. മറ്റൊന്നുകൂടിയുള്ളത്, സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനവും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രകടനവും സംബന്ധിച്ച ചോദ്യമുണ്ടായിരുന്നു. ഈ ചോദ്യത്തിലും പാസ് മാർക്ക് കഴിയുന്നു സംസ്ഥാന സർക്കാരും പിണറായി വിജയനും എന്ന പ്രത്യേകതയുണ്ട്. അതിൽ കൃത്യമായി തന്നെ അതിൽ പറയുന്നുണ്ട്, പിണറായി വിജയൻ്റെ വെരി സാറ്റിസ്ഫൈഡ് 24% പേരാണ്. ഒപ്പം കൂടുതൽ തൃപ്തികരമെന്നൊരു അഭിപ്രായത്തിലേക്ക് വന്നിരിക്കുന്നത് 16% പേരുമുണ്ട്. ഒപ്പം തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകൾ 8%. ഇത് ഏറെക്കുറെ നോക്കുമ്പോൾ ഒരു 50-50% പിണറായി വിജയൻ്റെ ഒരു തോത്, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം ഇപ്പോഴും സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് വരുന്നത്. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനം വിലയിരുത്തുമ്പോഴും ഈ ഒരു തോത് തന്നെയാണ് പൊതുവിൽ പ്രകടമാവുകയും ചെയ്യുന്നത്. ഇതാണ് കേരളത്തിൻ്റെ നിലവിൽ പുറത്തു വന്ന ഒരു പൊതുചിത്രം. മറ്റൊന്ന്, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ പുറത്തു വന്ന സംസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ബീഹാർ, ഒപ്പം ഉത്തർപ്രദേശ്. ഈ 2 സംസ്ഥാനങ്ങളിലും പൂർണ്ണമായും
നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബി ജെ പിയുടെ ആ മേഖല, ബി ജെ പിയുടെ ആ ശാക്തിക മേഖലകളിൽ വലിയ മാറ്റം ഉണ്ടാവുന്നില്ല. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം മറ്റൊന്നാണെങ്കിൽ ലോക്സഭയിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും അവിടെ ബി ജെ പിക്ക് തന്നെയാണ് ആധിപത്യം എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ചിത്രത്തിൽ നിന്നും വ്യക്തമാവുന്നത്. ബീഹാറിലെ 40 സീറ്റുകളിൽ 38 ഇടത്തും എൻ ഡി എ തന്നെ വരും. കഴിഞ്ഞ തവണ അത് 39 ഉണ്ടായിരുന്നു, ഇത്തവണ അത് 38ആയി ഒരു സീറ്റിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാവുന്നു എന്നതാണ്. യു പിയിലേക്ക് വരുമ്പോൾ യു പിയിലെ ഈ 80 സീറ്റിൽ 77 ഇടത്തും എൻ ഡി എ ബി ജെ പി തന്നെ എന്നതാണ് ആ ചിത്രമായി വരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ക്ലീൻ സ്വീപ്പ് ഉണ്ടാവുന്ന സ്റ്റേറ്റുകളുണ്ട്. HP, ഹിമാചൽ പ്രദേശ്, ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായ ക്ലീൻ സ്വീപ്പ് ബി ജെ പിക്ക് അനുകൂലം എന്നതാണ് ചിത്രം. ഇനി വേഗത്തിൽ ഇന്നത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫലത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില സംസ്ഥാനങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഒന്ന് പശ്ചിമ ബംഗാളാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, മറ്റൊന്ന് മഹാരാഷ്ട്രയാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും പ്രത്യേകം പരാമർശിക്കണം. കാരണം പശ്ചിമ ബംഗാൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നു, കാരണം ബി ജെ പി വലിയ രീതിയിൽ അവരുടെ വോട്ട് ഷെയർ അല്ലെങ്കിൽ സീറ്റ് ഷെയർ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള തന്ത്രങ്ങൾ മെനയുന്ന സംസ്ഥാനമാണല്ലോ പശ്ചിമ ബംഗാൾ. അവിടെ എന്താണ്, ഏത് രീതിയിലാണ് ചിന്തിച്ചത് എന്ന പ്രത്യേകത സ്വാഭാവികമായും ഇന്നത്തെ ഫലത്തിൽ വരുന്നു. മറ്റൊന്ന് മഹാരാഷ്ട്രയാണ്. വലിയ രാഷ്ട്രീയ ചരടുവലികൾ നമ്മൾ കണ്ട മഹാരാഷ്ട്ര എങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നു എന്ന ഫലവും ഇന്നത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കർണാടക മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. കാരണം കോൺഗ്രസ് കർണാടകയിൽ ഭരണം പിടിച്ചതിന് ശേഷം നടക്കുന്ന ഒരു അഭിപ്രായ സർവേ കൂടിയാണ്. സ്വാഭാവികമായും അവിടുത്തെ രാഷ്ട്രീയ മാറ്റം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ, എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെടുക്കുന്ന നിലപാട് എന്നതും ഇന്നത്തെ ദിവസം നമുക്കറിയാൻ കഴിയുന്നതാണ്. തെലങ്കാന, കോൺഗ്രസ് പിടിച്ച മറ്റൊരു സംസ്ഥാനം, തെലങ്കാനയുടെ ഫലവും ഇന്നത്തെ ഈ നമ്മുടെ അഭിപ്രായ സർവേയെ ആകാംക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഘടകങ്ങളാണ്. ആന്ധ്രാപ്രദേശും രാജസ്ഥാനും പോലെയുള്ള സംസ്ഥാനങ്ങളുമൊക്കെ. സജിത്ത്, ഇതിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോഴും യൂട്യൂബിൽ അടക്കം ഈ വാർത്ത പുറത്തു പോകുമ്പോൾ അതിനു പിന്നിലായി നമുക്ക് നിരവധി കമന്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴും നമുക്ക് ആധികാരികമായി തന്നെ പറയാൻ സാധിക്കുന്നു, അത് സജിത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു, കേരളത്തിൽ ജനങ്ങൾ UDF-നൊപ്പമാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇത്തവണ BJP തൂത്തുവാരും എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും BJP വലിയ ആധിപത്യം പുലർത്തിയിരുന്നു ഉത്തർപ്രദേശിൽ. അവിടെ സീറ്റ് നില 77ലേക്ക് ഉയരുമ്പോൾ അവിടെ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പൗരത്വ നിയമം പോലെയുള്ള വിഷയങ്ങളുണ്ട്. 370 സീറ്റുകൾ ആണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ പൗരത്വ നിയമം അടക്കം ഇപ്പോൾ നടപ്പിലാക്കാൻ തയ്യാറെടുക്കുന്നതിൽ നിന്ന് ഒരു സീറ്റ് അധികമെങ്കിൽ ഒരു സീറ്റ് അതിലൂടെ അധികം നേടുക എന്ന ഒരു ലക്ഷ്യം BJP മുന്നോട്ട് വയ്ക്കുന്നു. അത് സർവേയിൽ പ്രതിഫലിക്കുന്നു, അത് നമ്മൾ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയല്ലേ നമുക്ക് എന്തൊക്കെ വിഷയങ്ങളായിരുന്നു, ഏതൊക്കെ മേഖലയിലായിരുന്നു സർവേ എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ്, കൃത്യമാണ് ആ നിരീക്ഷണം. അതായത് ഈ അയോധ്യ എന്ന പ്രധാനപ്പെട്ട വിഷയം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അവർക്ക് കരുത്തു പകരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ പ്രധാനപ്പെട്ട വിഷയം എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നതിൻ്റെ സൂചന കൃത്യമായും ഈ സർവേ ഫലത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ തുടർച്ചയായി 10 വർഷം ഭരിച്ച 2 തവണയായി അധികാരത്തിലിരുന്ന ഒരു സർക്കാർ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമാണ് ആൻറ്റി ഇൻക്യൂബൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത്തവണ അത്തരം ആൻറ്റി ഇൻക്യൂബൻസിയെ ഒക്കെ മറികടക്കാൻ ഒരുപക്ഷെ BJPക്ക് അയോധ്യ പോലെയുള്ള കാര്യങ്ങൾ സാധിച്ചേക്കാം എന്ന സൂചന ഇതിലുണ്ട്. അതാണ് ഒരുപക്ഷെ ഹിന്ദി മേഖലയിലെ ഈ വോട്ടിംഗ് ശതമാനവും BJPക്ക് അവിടെ യാതൊരു തകർച്ചയും ഉണ്ടാവുന്നില്ല എന്ന നമ്മുടെ സർവേ ഫലം നൽകുന്ന സൂചനയും അങ്ങനെ ഒരുപക്ഷെ നമുക്ക് കാണേണ്ടി വരും. കാരണം അയോധ്യ പോലെയുള്ള വിഷയങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നത് കേരളത്തിലല്ല, തമിഴ്നാട്ടിലല്ല, അത് തീർച്ചയായും ഹിന്ദി മേഖലകളിലാണ്. അത് UP, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ഫലങ്ങളിൽ വരുന്ന സംസ്ഥാനങ്ങളിൽ അതിൻ്റെ കൃത്യമായ സൂചനകൾ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ അവിടെ BJPക്ക് നഷ്ടമുണ്ടാവുന്നില്ല എന്നതാണ്. മറ്റൊന്ന് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഹിന്ദി മേഖലയിൽ എന്തു ചിന്തിക്കൂ എന്നതല്ല കേരളത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. അത് തമിഴ്നാടിൻ്റെ ചിത്രവും അങ്ങനെ തന്നെയാണ്. കാരണം തമിഴ്നാട്ടിലും അവിടെ DMKക്ക് സീറ്റിൽ കുറവുണ്ടാവുന്നുണ്ടെങ്കിൽ കൂടിയും അവിടെ കാര്യമായ നഷ്ടം DMKക്ക് ഉണ്ടാവുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ നമുക്ക് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, തമിഴ്നാട്ടിൽ 5 സീറ്റിൽ BJP ജയിച്ചേക്കാമെന്നൊരു സാധ്യതയും നമ്മുടെ സർവേ ഫലത്തിൽ ഇന്നലെ കാണുന്നുണ്ട്. റൈറ്റ്, ഞങ്ങൾ ആധികാരികമായി നടത്തിയ സർവേയുടെ ഫലം തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇന്നലെ അവതരിപ്പിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മുതൽ 10 മണി വരെ തത്സമയം ആയിരുന്നു ഈ ഡേറ്റ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നീട് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. പശ്ചിമ ബംഗാളും അതോടൊപ്പം തന്നെ
മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ എല്ലാം അറിയാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള അതിൽ തന്നെ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ തമിഴ്നാട്, കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളാണ്. ഈ കർണാടകത്തിൽ BJPക്ക് വലിയ ആധിപത്യം പുലർത്താൻ സാധിച്ചിരുന്നു എന്നുള്ളതും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് എത്രത്തോളം ഒട്ടുപിടിക്കാൻ സാധിക്കും, അതോടൊപ്പം BJP നില മെച്ചപ്പെടുത്തുകയാണോ ചെയ്യുക എന്നതുൾപ്പെടെയുള്ള അഭിപ്രായ സർവേ ആണ് ഞങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും എന്നാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുമ്പോൾ പ്രചാരണ വിഷയങ്ങൾ ഒരുപക്ഷെ മാറി മറിഞ്ഞേക്കാം, ജനമനസ്സുകളിൽ മാറ്റമുണ്ടായേക്കാം. ഇപ്പോഴത്തെ ജനങ്ങളുടെ വികാരം എന്തൊക്കെയാണ്, അവർ വോട്ട് രേഖപ്പെടുത്താൻ എന്തൊക്കെയാണ് കാരണങ്ങളായി മുന്നിൽ കാണുന്നത് എന്നതാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി സംവദിക്കുന്നത്. ഇന്നും പ്രേക്ഷകർ ന്യൂസ് 18 തുടരുക. വൈകിട്ട് 6 മുതൽ 10 മണി വരെ സമഗ്രമായ വിവരങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കും. വാർത്താരംഭം മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിനായുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. കഴിഞ്ഞ മാസം വിരമിച്ച അനൂപ് പാണ്ഡെയുടെയും രാജിവെച്ച അരുൺ ഗോയലിന്റെയും സ്ഥാനത്തേക്കാണ് നിയമനം നടക്കേണ്ടത്. ER രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഈ പുതിയ നിയമന രീതി അവലംബിക്കുന്നതിന് ശേഷമുള്ള ആദ്യത്തെ യോഗമാണ്. ആ നിയമന രീതിയോട് തന്നെ വിയോജിപ്പുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് നാളെ പരിഗണിക്കാനിരിക്കുകയുമാണ്. അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യോഗം നടക്കാൻ പോകുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, നിലവിൽ അരുൺ ഗോയൽ രാജിവെച്ചതിന് ശേഷം നിലവിൽ കമ്മീഷനിൽ ഒരംഗം മാത്രമാണുള്ളത്. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അവശേഷിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നത്. പ്രധാനമന്ത്രി, ഒപ്പം തന്നെ ഒരു കേന്ദ്രമന്ത്രി, ഒപ്പം പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് ഈ സമിതിയിലെ അംഗങ്ങൾ. നിലവിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവില്ല. അതുകൊണ്ട് തന്നെ ലോക്സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിന്റെ സഭാകക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരിയാണ് ഈ സമിതിയിലുള്ളത്. ഏതായാലും ഈ സമിതിയിൽ ഭൂരിപക്ഷം സർക്കാരിന് തന്നെയാണ്. പ്രധാനമന്ത്രി, ഒപ്പം തന്നെ ഒരു കേന്ദ്രമന്ത്രി എന്നിവർ സമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ നിശ്ചയിക്കുന്ന ആളെ തിരഞ്ഞെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഏതായാലും 5 പേരുടെ പട്ടിക നിലവിൽ പരിഗണനയിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ 5 പേരുടെ പട്ടികയിൽ നിന്നായിരിക്കും ഒരു തീരുമാനം ഏതായാലും സർക്കാർ തെരഞ്ഞെടുക്കുക, ഈ സമിതി തെരഞ്ഞെടുക്കുക. ഏതായാലും ഇന്നലെ ജമ്മു കാശ്മീരിൽ വെച്ച് രാജീവ് കുമാർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില സൂചനകൾ നൽകിയിരുന്നു. അതായത് ഈ നിയമനത്തിന് ശേഷം മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്ന ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 5 പേരിൽ നിന്ന് സ്വാഭാവികമായും 2 പേരെ തെരഞ്ഞെടുക്കും. അതിനുശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഇന്ന് ഈ സെലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് തന്നെയോ അല്ലെങ്കിൽ നാളെയോ ഈ പുതിയ 2 കമ്മീഷണർമാരുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, റൈറ്റ്. മറ്റൊരു വാർത്ത വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിച്ച സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുകയാണ്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയാണ് ഇത് സംബന്ധിച്ച പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. 2029 തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്താൻ ശുപാർശ ചെയ്യും എന്നുള്ള സൂചന കൂടിയാണല്ലോ രാകേഷ് പുറത്തു വരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആര് എന്ന് അറിയേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇനി വരും കാലങ്ങളിൽ രാജ്യത്ത് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നതും അറിയേണ്ടത്. ഈ ശുപാർശ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരിക്കും രാകേഷ്? അഭിലാഷ്, ഒരുപക്ഷെ നിലവിലെ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു അവസാന ലോക്സഭാ തെരഞ്ഞെടുപ്പായിരിക്കും 2024. കാരണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അത് കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ളവർ കാലങ്ങളായി പറയുന്നതാണ്. അതിനുശേഷം കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിച്ചത്. ഏതായാലും ആ സമിതി ഇന്ന് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകുകയാണ്. ഏതാണ്ട് 6 വോള്യങ്ങളിലായി 18,000 പേജുകൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ശുപാർശ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പും മറ്റു തെരഞ്ഞെടുപ്പുകളും എല്ലാം ഒരുമിച്ച് നടത്തണം. അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് 2029 നടപ്പാക്കണം നിർദ്ദേശം ഈ സമിതി മുന്നോട്ട് വയ്ക്കുമെന്നാണ് സൂചന. ഒപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, സാമ്പത്തികമായി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യത്തിന് ഏറെ ഗുണകരമാണ്. ഒപ്പം തന്നെ കുറ്റകൃത്യങ്ങളും മറ്റും ഒഴിവാക്കാനും ഈ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഗുണം ചെയ്യും എന്നൊരു അഭിപ്രായം ഈ സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് സൂചന. മാത്രവുമല്ല, നിലവിൽ 67 ശേഷം രാജ്യത്ത് പലപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുവരെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഒക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ചില സഭകൾ നേരത്തെ അല്ലെങ്കിൽ വീഴുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിശ്വാസ വോട്ടെടുപ്പിൽ മറ്റും പരാജയപ്പെടുകയാണെങ്കിൽ
എന്ത് ചെയ്യണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഈ സമിതി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് സൂചന. ഏതായാലും വിവിധ രാഷ്ട്രീയ കക്ഷികൾ, മുൻ റിട്ടയർഡ് ജഡ്ജിമാർ, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായൊക്കെ ചർച്ച നടത്തിക്കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഏതായാലും ഈ സമിതി എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സമിതിയുടെ ശുപാർശ സ്വാഭാവികമായും രാഷ്ട്രപതിക്ക് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ പ്രഖ്യാപനം. ഏതായാലും നിലവിൽ ഭൂരിപക്ഷം അംഗങ്ങളും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ ഇതിന് അനുകൂലമായതിനാൽ 2029 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ നിലവിൽ ഈ രീതിയിൽ നടക്കുന്ന അവസാന പൊതുതെരഞ്ഞെടുപ്പായിരിക്കും 2024. എന്തായാലും BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പരമ്പരാഗതമായ ശൈലികളെല്ലാം മാറ്റുന്ന സാഹചര്യമാണുള്ളത്. ER സൂചിപ്പിച്ചതുപോലെ ആ പഴയ രീതിയിലേക്ക് 67 വരെ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്നിരുന്ന ആ രീതിയിലേക്ക് ഇനി തിരിച്ചു പോകുമോ എന്നതും അറിയേണ്ടതാണ്. അതിനിടെ BJP ഇന്നലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരുന്നു. ഇതോടുകൂടി 265 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് തീരുമാനം ആയിട്ടുള്ളത്. കർണാടകയിൽ 9 സിറ്റിംഗ് എംപിമാരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, നമ്മൾ ഇന്നലെ വാർത്താരംഭത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിതിൻ ഗഡ്കരി ആദ്യ പട്ടികയിൽ ഇടം പിടിക്കാതെ പോയത്, രണ്ടാമത്തെ പട്ടികയിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്ന്. ഇന്നലെ വന്ന പട്ടികയിൽ രാകേഷ്, ഈ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ കർണാടകയിൽ സിറ്റിംഗ് എംപിമാരെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ പശ്ചാത്തലം? അഭിലാഷ്, രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വന്നതോടെ 265 മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 34 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെട്ടപ്പോൾ അതിൽ നിതിൻ ഗഡ്കരി ഉൾപ്പെട്ടിരുന്നില്ല. അതോടുകൂടി നിതിൻ ഗഡ്കരിയെ ഒഴിവാക്കുകയാണെന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ വരുന്നതെങ്കിൽ പോലും രണ്ടാം ഘട്ടത്തിൽ നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റായ നാഗ്പൂരിൽ നിന്ന് വീണ്ടും മത്സരിക്കുകയാണ്. ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശിലെ ഹമീർപൂർ മണ്ഡലത്തിൽ നിന്ന് അനുരാഗ് ഠാക്കൂറും വീണ്ടും ജനവിധി തേടുന്നുണ്ട്. എന്നാൽ ഇന്നലത്തെ 72 അംഗ പട്ടികയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് കർണാടകയിൽ നിന്നും ഒപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുമാണ്. രണ്ടിടത്തും 20 വീതം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണാടകത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ 28 അതിൽ 20 പേരെ പ്രഖ്യാപിച്ചപ്പോൾ 9 സിറ്റിംഗ് എംപിമാരെ ഒഴിവാക്കി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകൾ BJP വിജയിച്ചതാണ്. ഈ ഒഴിവാക്കപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ഈ സമീപകാലം വരെ സംസ്ഥാന അധ്യക്ഷനായ നളിൻ കുമാർ കട്ടീൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മൈസൂർ MP ആയ പ്രതാപ് സിംഹ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പ്രതാപ് സിംഹയുടെ പാസിലായിരുന്നു ഈ സമീപകാലത്ത് രാജ്യസഭയിലേക്ക് ഒരു അതിക്രമം നടന്ന സംഭവമൊക്കെ ഉണ്ടായത്. അപ്പോൾ പ്രതാപ് സിംഹയ്ക്ക് ഏതായാലും BJP സീറ്റ് നൽകിയിട്ടില്ല. മറ്റൊന്ന്, മുൻ മുഖ്യമന്ത്രിയായ DV സദാനന്ദ ഗൗഡയെ മാറ്റിയിട്ടുണ്ട്. ബാംഗ്ലൂർ നോർത്തിൽ നിന്നായിരുന്നു ഉള്ള MP ആയിരുന്നു സദാനന്ദ ഗൗഡ. സദാനന്ദ ഗൗഡയെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ശോഭാ കരന്തലജയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ശോഭാ കരന്തലജ നിലവിൽ ഉടുപ്പിയിൽ നിന്നുള്ള MP ആണ്. അവിടെ ഒരു 2 തവണ വിജയിച്ച MP ആയതുകൊണ്ട് തന്നെ ശോഭാ കരന്തലജയെ ആ മണ്ഡലത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടൊരു പരീക്ഷണം BJP നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും 9 സിറ്റിംഗ് എംപിമാരെ ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഈ പട്ടിക മൊത്തത്തിൽ 265 അംഗങ്ങളുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 21% സ്ഥാനാർത്ഥികളെ മാറ്റി എന്നാണ് പുറത്തു വന്ന, അതായത് സിറ്റിംഗ് എംപിമാരെ മാറ്റി എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥി പട്ടിക രണ്ടാം ഘട്ടത്തിലും ഇടം പിടിച്ചിട്ടില്ല. ഒപ്പം കേരളത്തിലെയും അവശേഷിക്കുന്ന 4 മണ്ഡലങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല. തമിഴ്നാട്ടിൽ സഖ്യ ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. കേരളത്തിലാകട്ടെ മറ്റു പാർട്ടികളിൽ നിന്ന് ചില നേതാക്കളെ BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ തീരുമാനമായതിനു ശേഷം മാത്രമായിരിക്കും പ്രഖ്യാപനം എന്നാണ് ഇപ്പോൾ നേതൃത്വം അറിയിക്കുന്നത്. തീർച്ചയായും എന്തുകൊണ്ടാണ് രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ പോലും കേരളത്തിൽ ഒഴിവുകളുള്ള സീറ്റുകളിലേക്ക് പേരുകൾ വരാത്തത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് കേരളത്തിലെ റിപ്പോർട്ടർമാരിൽ നിന്നുകൂടി കൂടുതൽ വിശദാംശങ്ങൾ തിരയാം. മറ്റ് ചില ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്ത പരിശോധിക്കുമ്പോൾ അസംബ്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൂടുതൽ സ്ഥാനാർത്ഥികളെ തെലുങ്ക് ദേശം പാർട്ടി ഇന്ന് പ്രഖ്യാപിക്കും. ശേഷിക്കുന്ന 50 അസംബ്ലി സീറ്റുകളിലെയും 16 ലോക്സഭാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. BJPയുമായും ജനസേന പാർട്ടിയുമായും സഖ്യം രൂപീകരിച്ചാണ് ആന്ധ്രയിൽ TDP ഇത്തവണ മത്സരിക്കുന്നത്. ജനസേന 2 ലോക്സഭാ സീറ്റുകളിലും BJP 6 ലോക്സഭാ സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത്. അസംബ്ലിയിൽ TDP 144 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ BJP 10 സീറ്റുകളിലും ജനസേന 21 സീറ്റുകളിലുമാണ് മത്സരിക്കുക. AIADMKയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിലെ തർക്കത്തിലെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. 2016 പാർട്ടി നേതാവ് ജയലളിതയുടെ മരണത്തെ തുടർന്നാണ് AIADMK ചിഹ്നത്തെ ചൊല്ലി ആഭ്യന്തരമായി തർക്കം ഉടലെടുത്തത്. അന്ന് ഒന്നിച്ചായിരുന്ന എടപ്പാടി പളനിസ്വാമിയും O പനീർസെൽവവും ഔദ്യോഗിക പക്ഷത്തും ശശികലയും TTV ദിനകരനും അടങ്ങുന്ന വിഭാഗം മറുവശത്തും ആയിരുന്നു. TTV ദിനകരന്റെ നേതൃത്വത്തിൽ പിന്നീട് പാർട്ടി രൂപീകരിച്ചുവെങ്കിലും ചിഹ്നത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുകയായിരുന്നു. ജസ്റ്റിസ് സച്ചിൻ ദത്തയുടെ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച
കേസ് പരിഗണിക്കുക. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആരൊക്കെയാണ് BJPയിലേക്ക് പോകുന്ന കോൺഗ്രസ് നേതാക്കൾ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് കൂടുതൽ നേതാക്കളും പ്രവർത്തകരും BJPയിൽ ചേരും എന്നാണ് നേരത്തെ BJP നേതാക്കൾ അറിയിച്ചത്. നെയ്യാറ്റിൻകര മുൻ MLA R. ശെൽവരാജ്, തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി ഉദയകുമാർ തുടങ്ങിയവർ BJPയിൽ ചേർന്നേക്കും എന്നാണ് വിവരം. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്തെ NDA ഓഫീസിൽ വെച്ച് അംഗത്വം നൽകുമെന്നാണ് BJP വ്യക്തമാക്കിയിട്ടുള്ളത്. 4 സീറ്റിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നത് ഈ മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളുടെ വരവ് കാത്താണ് എന്നും സൂചനയുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ കുര്യൻ, ഇതിൽ ഉയർന്നു കേൾക്കുന്ന പത്മിനി തോമസ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ആണല്ലോ ഉയർന്നു കേൾക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചു സമയം മാത്രമേ ഉള്ളൂ. 11 മണിക്ക് ആരൊക്കെയാണ് NDA ഓഫീസിൽ എത്തുന്നത് എന്ന് അറിയാം. എങ്കിലും ലഭിക്കുന്ന ഉറപ്പിക്കാവുന്ന പേരുകൾ ഏതൊക്കെ? അഭിലാഷ്, ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് ഇന്ന് രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ചേരുന്നു. പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് അവർ BJPയിൽ അംഗത്വം എടുക്കുന്നത് എന്ന തരത്തിലൊക്കെ പ്രസ്താവന നടത്തിയത്. അപ്പോൾ മുതൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. കാരണം പാർട്ടിയുമായി ഐക്യത്തിലല്ലാതെ യോജിപ്പില്ലാതെ നിൽക്കുന്ന പല നേതാക്കളുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന തരത്തിൽ ഒടുവിൽ ലഭ്യമാകുന്ന 3 പേരുകളാണ് അഭിലാഷ് തൊട്ടു മുമ്പ് സൂചിപ്പിച്ചത്. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് നെയ്യാറ്റിൻകരയുടെ മുൻ MLA ആയിട്ടുള്ള R. ശെൽവരാജിന്റെ പേരാണ്. അദ്ദേഹം CSI നാടാർ വിഭാഗത്തിൽ വലിയ തരത്തിൽ സ്വാധീനമുള്ള, നെയ്യാറ്റിൻകരയിലും പാറശാലയിലും ഒക്കെ വലിയ തരത്തിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ്. R. ശെൽവരാജിന്റെ പേരാണ് ഒന്നാമതായി പറഞ്ഞു കേൾക്കുന്നത്. രണ്ടാമതായി തിരുവനന്തപുരം DCC നേതൃത്വമായും KPCC നേതൃത്വമായൊക്കെ വലിയ തരത്തിൽ ഒറ്റയാൻ പോരാട്ടം നയിക്കുന്ന ഉദയകുമാർ, DCCയുടെ ജനറൽ സെക്രട്ടറി എന്ന ഉദയകുമാറിന്റെ പേരാണ്. അതോടൊപ്പമാണ് സ്പോർട്സ് കൗൺസിലിന്റെ മുൻ അധ്യക്ഷ കൂടിയായ പത്മിനി തോമസിന്റെ പേരും BJPയിൽ അംഗത്വം എടുക്കുമെന്ന തരത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഇവർക്കൊപ്പം മറ്റു ചിലർ കൂടി ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വട്ടിയൂർക്കാവിൽ നിന്നുള്ള ഒരു പറ്റം പ്രവർത്തകരാണ് പ്രധാനമായി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറുന്നത് എന്ന സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അഭിലാഷ്, രാവിലെ 11 മണിക്കാണ് BJPയുടെ ഓഫീസിൽ ഈ കോൺഗ്രസിൽ നിന്നെത്തുന്ന പ്രമുഖർക്ക് അംഗത്വം നൽകുന്നതെന്നാണ് BJP കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ കോൺഗ്രസ് നേതാക്കളും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും ഒക്കെ BJPയിൽ ചേരുന്നത് തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ എന്നാൽ അത്തരം കാഴ്ചകൾ പതിവായിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ കൂടുതൽ നേതാക്കൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് ഇപ്പോൾ BJPയിലേക്ക് എത്തുന്നത്. അത് ആരൊക്കെ എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണാം. പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ പുൽവാമ പരാമർശത്തിൽ വിവാദം കത്തുകയാണ്. ആന്റോ ആന്റണിക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന വിശദീകരണവുമായി ആന്റോ ആന്റണി രംഗത്ത് വന്നിട്ടുണ്ട്. പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പ്രദേശത്ത് ഇത്രയും RDXുമായി ഗവൺമെന്റിന്റെ സംവിധാനം അറിയാതെ ഒരാൾക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞു. ആ സംശയം ദൂരീകരിച്ചതാരാ? അന്നത്തെ കാശ്മീർ ഗവൺമെന്റ്, സത്യപാൽ മാലിക്. അദ്ദേഹം പറഞ്ഞില്ലേ, ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ഈ സ്ഫോടനം, ഈ 42 ജവാന്മാരുടെ മരണത്തിന് ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, ഞാനും പറഞ്ഞു. ഞാൻ മാത്രമല്ല, അന്ന് അവിടെ ഇരുന്ന ഗവർണർ പറഞ്ഞു. അതിനൊക്കെ വലിയ ഉദാഹരണം എന്താ? എന്ത് പാകിസ്ഥാൻ ഇൻവോൾവ്മെന്റ്? ഈ രാജ്യത്തിന്റെ അകത്ത് ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നടന്ന ആ സ്ഫോടനം, അന്ന് അവിടെ ഈ ജവാന്മാരെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് ഹെലികോപ്റ്ററിലാണ് എന്നുള്ള ഉണ്ട്. ഒരിക്കലും ഇത്രയും ആളുകളെ ഒരുമിച്ച് റോഡിലൂടെ യാത്ര ചെയ്യാൻ അവിടെ അനുവാദമില്ല. ആ മാനദണ്ഡങ്ങൾ അതിലംഘിച്ച് ഇവരെ പർപ്പസ്ഫുള്ളായി ഈ റൂട്ടിലോട്ട് വിടുകയും അവിടെ സ്ഫോടനം ഉണ്ടാകുകയും ഇവർ മരിക്കുകയും ചെയ്തു എന്നുള്ളതല്ലേ ഗവർണർ പറഞ്ഞത്? ആ സംസ്ഥാനം ഭരിച്ചിരുന്ന അന്ന് BJP നിയോഗിച്ചിരുന്ന ഗവർണറാണ് പറഞ്ഞത്. പാർട്ടിയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ആന്റോ ആന്റണിയുടെ പരാമർശം പുതുമയുള്ള ഒന്നല്ല. ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സത്യപാൽ മാലിക് ഉൾപ്പെടെയുള്ളവർ, അന്ന് ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പ് സമയമാണ്. ഇവിടെ വീണ് കിട്ടുന്ന ഓരോ വാക്കും എതിരാളികൾക്ക് ആയുധമാണ്. ആ നിലയിൽ ഇതിനെ എങ്ങനെയാണ് BJP ഉയർത്തിക്കൊണ്ടുവരുന്നത്? അഭിലാഷ് പറഞ്ഞു തന്നെയാണ് പ്രധാനമായ കാരണം. തെരഞ്ഞെടുപ്പാണ്. സ്ഥാനാർത്ഥികൾ പറയുന്ന ഓരോ വാക്കും എതിർ പാർട്ടികൾക്കോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കോ ഒരു പ്രചരണ ആയുധമായി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായ കാരണം.
ഇതിൽ ഈ പുൽവാമ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇത്തരം ഒരു വിവാദ പരാമർശം ആന്റോ ആന്റണി നടത്തിയത്. ആക്രമണം കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചതെന്നായിരുന്നു ആന്റോയുടെ പരാമർശം. ഇതിൽ പാകിസ്ഥാന് പങ്കില്ലെന്നും ആന്റോ പറഞ്ഞു. ഈ പാകിസ്ഥാന് പങ്കില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ വിവാദമായത്. എന്തായാലും ഒരു വിവാദ പരാമർശം ഇത്തരത്തിൽ ആന്റോ ആന്റണി നടത്തിയതിനെതിരെ ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ ഇന്നലെ തന്നെ ഇതിനെതിരെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. രാജ്യദ്രോഹ കുറ്റം ആന്റോ ആന്റണിക്കെതിരെ ചുമത്തണമെന്നും രാജ്യത്തെയും സൈനികരെയും അപമാനിച്ച ആന്റോ ആന്റണിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇന്നലെ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. കൂടാതെ BJPയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം കൂടി ഇന്നലെ പത്തനംതിട്ട ജില്ലയിലുണ്ടായിരുന്നു. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ആന്റോ ആന്റണിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ആന്റോ ആന്റണിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയ ആന്റോ ആന്റണിക്കെതിരെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാലത്ത് ആന്റോ നടത്തിയ ഒരു പരാമർശം വലിയ രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തെയും അല്പം ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പക്ഷേ താൻ പറഞ്ഞത് കാശ്മീർ ഗവർണർ പറഞ്ഞ സമാനമായ കാര്യം തന്നെയാണ് പറഞ്ഞത്. തന്റെ വാക്കുകൾ മാധ്യമപ്രവർത്തകർ വളച്ചൊടിച്ചാണ് കൊടുത്തതെന്നാണ് ആന്റോ ആന്റണി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അത് തീർത്തും നേരത്തെയും സമാനമായ രീതിയിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അത് രാജ്യത്ത് ആ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട്. അത് അവിടുത്തെ ഗവർണർ അന്ന് തന്നെ പറഞ്ഞ കാര്യം താൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇത്തരത്തിൽ വളച്ചൊടിച്ച് മാധ്യമപ്രവർത്തകരാണെന്നാണ് ആന്റോ ആന്റണി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അത്തരൊരു വിവാദ പരാമർശം ഏറെ പ്രതിഷേധമുണ്ടാക്കിയ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അത് പ്രചരണത്തിന് BJP ഉപയോഗിക്കുന്നുണ്ട്. അഭിലാഷ്. രണ്ടായിരത്തി 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു പുൽവാമ ഭീകരാക്രമണം എന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയുടെ പരാമർശം കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാൻ BJP ശ്രമിക്കും എന്നതിൽ തർക്കമില്ല. വാർത്താരംഭത്തിൽ ഒരു ഇടവേള അനിവാര്യമാണ്. അതിനു മുമ്പ് ഈ വാർത്തകളുമായി ചേർത്ത് വയ്ക്കാവുന്ന 2 റിപ്പോർട്ടുകളിലേക്ക് കൂടി. അതിൽ ഒന്ന്, ഭൂട്ടാൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനമാണ്. 5 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ഷെറിംഗ് തോബ്ഗെയുടെ ആദ്യ വിദേശ രാജ്യ സന്ദർശനം ആണിത്. ഡൽഹിയിലെത്തുന്ന തോബ്ഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിനിടെ ഭൂട്ടാൻ പ്രധാനമന്ത്രി മുംബൈയിലും എത്തുന്നുണ്ട്. കൂടുതൽ കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ, പ്രത്യേകിച്ച് സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കോഴ ആരോപണം, അതിലെ വിധികർത്താവിൻ്റെ ആത്മഹത്യ, അത് വലിയ തോതിൽ കേരളം ചർച്ച ചെയ്യുന്ന ഒന്നായി മാറുകയാണ്. അത്തരം വാർത്തകൾ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. വാർത്താരംഭം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറത്ത് മൊയ്തീൻ കുട്ടി എന്നൊരാൾ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും അയാൾ പിന്നീട് മരിക്കുകയും ചെയ്തത്. അത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഹൃദയാഘാതം മൂലമാണ് മരണം എന്നാണ് അറിഞ്ഞത്. അതേസമയം കുടുംബം ഈ മൊയ്തീൻ കുട്ടിയെ പോലീസ് മർദ്ദിച്ചു എന്ന ആക്ഷേപമൊക്കെ ഉയർത്തിയിരുന്നു. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വലിയ ആശ്വാസമായൊരു പശ്ചാത്തലമുണ്ടായി. എങ്കിൽ ഇപ്പോഴിതാ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് പാലക്കാട് എക്സൈസ് ഓഫീസിലെ ലോക്കപ്പിനുള്ളിൽ പ്രതി തൂങ്ങി മരിച്ചു എന്നുള്ളതാണ്. ഇടുക്കി സ്വദേശി ഷോജോ ജോൺ ആണ് മരിച്ചത്. 2 കിലോ ഹാഷിഷ് ഓയിൽ കടത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം ആണ് ഷോജോ ജോണിനെ എക്സൈസ് പിടികൂടിയത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് വിധികർത്താവിൻ്റെ മരണത്തോടെ കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ വിവാദം പുതിയ തലത്തിലേക്ക് എന്നുള്ളത്. ആരോപണത്തിൽ അറസ്റ്റിലായ വിധികർത്താവ് ഷാജിയെ ഇന്നലെയാണ് കണ്ണൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താൻ നിരപരാധിയാണ് എന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ചോദ്യം ചെയ്യലിനായി ഇന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഈ ആത്മഹത്യ. കുറച്ചു ദിവസങ്ങളായി ഷാജി കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ആണ് എന്ന് ബന്ധുക്കൾ പ്രതികരിച്ചു. മിഥുൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഒരു ഭാഗത്ത് ഈ കോഴ വിവാദം വലിയ തോതിൽ ചർച്ചയാകുന്ന പശ്ചാത്തലം, അതോടൊപ്പം തന്നെയാണ് വിധികർത്താവിൻ്റെ മരണം.
അഭിലാഷ്, ഏറെ നാണക്കേടുണ്ടാക്കിയ യൂണിവേഴ്സിറ്റി കോഴ വിഭാഗത്തിലാണ് ഇപ്പോൾ മറ്റൊരു തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതായത് വിധികർത്താവ് PN ഷാജി കഴിഞ്ഞ ദിവസം രാത്രി 7:30 കൂടിയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു ദുരൂഹത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം മുഴുവൻ തന്നെ നിലനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാർഗ്ഗംകളി മത്സരവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആരോപണം ഉയർന്നു വരുന്നത്. അതായത് യൂണിവേഴ്സിറ്റി കോളേജിലും ഒപ്പം തന്നെ സംസ്കൃത് കോളേജും ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമായി രംഗത്ത് വരികയും ചെയ്തത്. അതായത് ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നത് മാറുവാനൂസ് കോളേജ് ആയിരുന്നു. അവിടെ KSUവിന്റെ യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരം സംഘടിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം വിധി കർത്താവ്, അതായത് ഒന്നാം സ്ഥാനത്ത് മാറിവാനൂസ് കോളേജാണെന്ന് വിധിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ ഒരു ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് പുറമെ മറ്റ് 2-3 പേരെ കൂടി ഈ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്തിരുന്നു. അതായത് 2 പേർ പരിശീലകരും ഒരാൾ സഹായിയുമായിരുന്നു. പക്ഷേ ഈ പരിശീലകരും സഹായിയും ഒന്നും തന്നെയും മാറിവാനൂസ് കോളേജിലെ ഈ ഒരു വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മറ്റ് 2 കോളേജുകളിലെയും, അതായത് യൂണിവേഴ്സിറ്റി കോളേജിലെയും മറ്റും വിദ്യാർത്ഥികളെ ആയിരുന്നു ഈ 2 പേരും ഈ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ഈ പരിശീലനം നടത്തുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഇതിനെതിരെ ഈ വിധികർത്താവിനെ മർദ്ദിച്ചു എന്നുള്ള അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് മാറിവാനൂസിലെ വിദ്യാർത്ഥികൾ നൽകിയ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഈ വിധികർത്താവായിട്ടുള്ള PN ഷാജിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ബന്ധുക്കളടക്കം ആരോപിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ മറ്റൊരു തലത്തിലേക്ക് കൂടി ഈ ഒരു കേസ് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് ഹാജരാവണമെന്നായിരുന്നു ഈ 4 പേർക്കും പോലീസ് നൽകിയ നിർദ്ദേശം. നേരത്തെ ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുകയായിരുന്നു. അതിനുശേഷമായിരുന്നു കണ്ണൂരിലെത്തിയ PN ഷാജി കടുത്ത സാമ്പത്തിക സമ്മർദ്ദം നേരിട്ടിരുന്നു. കൂടാതെ ഈ വിദ്യാർത്ഥികളടക്കം ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തെളിയിക്കുന്ന തരത്തിൽ മറ്റു വിദ്യാർത്ഥികൾ അത് അഭിപ്രായപ്പെടുകയും ചെയ്തതാണ്. എന്തായാലും ഇന്ന് ഹാജരാകുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ ആത്മഹത്യാ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്ന ഒരു കാര്യം, അമ്മയ്ക്ക് എല്ലാം അറിയാം, താൻ നിരപരാധിയാണെന്നും താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഇതിന്റെ പിന്നിൽ കളിച്ചവർക്കെല്ലാം ദൈവം രക്ഷിക്കട്ടെ എന്നുമുള്ള കുറിപ്പായിരുന്നു എഴുതി വെച്ചതിന് ശേഷമാണ് അത് അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് മറ്റ് ആരോപണ വിധേയരായിട്ടുള്ള 3 പേർ ഇന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അവർ ഹാജരാകുമോ എന്നും ഇതിന്റെ ദുരൂഹത ഏത് തരത്തിലേക്ക് പോകുന്നുള്ളത് കണ്ടറിയണം. മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് കുറവില്ല. പത്തനംതിട്ട സീതത്തൊട്ടിൽ യുവാക്കൾക്ക് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത്. മണിയാർ കട്ടച്ചിറ റൂട്ടിൽ 8-ാം ബ്ലോക്കിന് സമീപമാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. നേരിയ പരിക്കുകളോടെ 2 യുവാക്കൾ രക്ഷപ്പെട്ടു. അതേസമയം ഇടുക്കി ചിന്നക്കനാലിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം തുടരുകയാണ്. 301 കോളനിയിലെ ഗോപിനാഥിന്റെ വീടാണ് ആന തകർത്തത്. ഉപകരണങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പന്നിയാലിലെ റേഷൻ കട ചക്കക്കൊമ്പൻ തകർത്തിരുന്നു. വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നുണ്ട്. കേരളം, കർണാടകം സംസ്ഥാനങ്ങൾ പരസ്പരം നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങളാണ് യോഗത്തിൽ അവതരിപ്പിക്കുന്നത്. മിഥുൻ ആണ് വീണ്ടും ചേരുന്നത്. മിഥുൻ, ഇപ്പോൾ 2 വാർത്തകൾ നമ്മൾ, ഒന്ന് ഇടുക്കിയിൽ നിന്ന്, അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്ന് ഉൾപ്പെടെയുള്ള വാർത്തകൾ പങ്കുവെക്കേണ്ടി വരുന്നു. അതിനിടയിലാണ് ഈ യോഗം ചേരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമെന്ന് കരുതാമോ? അഭിലാഷ്, നമുക്കറിയാം, അതായത് സമീപകാല ചരിത്രത്തിലൊന്നും കാണാത്ത തരത്തിലുള്ള വലിയ രൂക്ഷമായ ഒരു പ്രതിസന്ധി തന്നെയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത്. അതായത് വലിയ വന്യമൃഗ ആക്രമണങ്ങൾ ഈ ഒരു സമീപകാലത്തുണ്ടാകുന്നു. നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഗുരുതര പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ 10:30ക്കാണ് യോഗം ചേരുന്നത്. ഓൺലൈനായി മുഖ്യമന്ത്രിക്ക് പുറമെ ഈ ഒരു ഉന്നത അധികാര സമിതിയിൽ മുഖ്യമന്ത്രിക്ക് പുറമെ റവന്യൂ മന്ത്രി, ഒപ്പം തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രി, വനംവകുപ്പ് മന്ത്രി, ഒപ്പം തന്നെ പട്ടികജാതി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സമിതിയും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ സമിതിയിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സമിതിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി തന്നെയാണ്. വന്യമൃഗ ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ ഒരു സമിതിയെ നിയോഗിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനവും ഒപ്പം തന്നെ കർണാടകയും തമിഴ്നാട് സർക്കാരും ഉൾപ്പെടെ ഒരു ത്രിതല യോഗം ചേരുകയും ചെയ്തിരുന്നു. ഈ ഒരു യോഗത്തിൽ ഉരുത്തിരിഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് 4 കാര്യങ്ങളിലായിരുന്നു ഇതിലൊരു തീരുമാനമുണ്ടാകാനൊരു ധാരണയിലേക്ക് എത്തിയത്. അതായത് മനുഷ്യമൃഗ സംഘർഷ മേഖല അടയാളപ്പെടുത്തൽ, ഒപ്പം തന്നെ സംഘർഷത്തിന്റെ കാരണം കണ്ടെത്തൽ, കൂടാതെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന്റെ കാലതാമസം അത് ഒഴിവാക്കുക, വിവരം വേഗത്തിൽ കൈമാറുക. നമുക്കറിയാം, വേലൂർ മഗ്ന
യുടെ ആക്രമണത്തിൽ വയനാട്ടിൽ അദ്ദേഹം അജീഷ് കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് ഈ വിവരം കൈമാറിയതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ടായിരുന്നു. അതായത് സംസ്ഥാന സർക്കാരിനെ നേരത്തെ തന്നെ കർണാടക സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നുള്ളൊരു വാദം അവർ ഉന്നയിക്കുന്നു. പക്ഷേ ഈ ഒരു വിവരം നേരത്തെ കിട്ടിയില്ല എന്നുള്ളൊരു വിവരം സംസ്ഥാന സർക്കാരും ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു യോഗത്തിൽ ആ രീതിയിലുള്ള ധാരണയിലേക്ക് എത്തിയിരുന്നു. ഈ യോഗത്തിൽ ഈ വിവരങ്ങളൊക്കെ മുഖ്യമന്ത്രി ധരിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥായിയായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരം നേടുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു യോഗത്തിന്റെ പ്രധാന അജണ്ട എന്നുള്ളത് തന്നെയാണ്. പത്രയ്ക്കാണ് യോഗം ചേരുന്നത്. ഇന്ന് മറ്റൊരു യോഗം കൂടി ചേരുന്നുണ്ട്. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടില്ല. അതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് നോക്കാം. സംസ്ഥാനത്ത് താപനില ഉയർന്നു തന്നെ തുടരുകയാണ്. പാലക്കാടും പുനലൂരും ആണ് ഇപ്പോൾ ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത്. 39 ഡിഗ്രിയിലാണ് താപനില എത്തിയിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലും ഉയർന്ന താപനിലയുണ്ട്. 38 ഡിഗ്രി വരെയാണ് താപനില ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവർ വലിയ മുൻകരുതൽ സ്വീകരിക്കേണ്ട ഒരു സമയമാണിത്. ഇതോടൊപ്പം തന്നെ താപനില ഉയർന്നതോടെ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതിദിന ഉപഭോഗത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരുന്നത്. മിഥുൻ, എന്താണ് ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക? അഭിലാഷ്, ഞാനിപ്പോൾ നമ്മൾ ഈ ലൈവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നിലവിൽ 10 മണിയോട് അടുക്കുന്നു. ഇപ്പോൾ തന്നെ അസഹനീയമായ ചൂട് തന്നെയാണ്. ഇനി ഒരു 11 മണി 12 മണിയിലേക്ക് കടക്കുമ്പോൾ വലിയ കടുത്ത ചൂടുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ ഒരു വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാമെന്നൊരു ചോദ്യമാണ് ഉയരുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുകയും ചെയ്തത്. വൈകിട്ട് 3 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. അതായത് ഈ വൈദ്യുതി ഉപയോഗം സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത രീതിയിൽ റെക്കോർഡ് രീതിയിലേക്ക് മാറുന്നത് നമ്മൾ കാണുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസത്തെ കണക്കെടുക്കുമ്പോൾ തന്നെ 10 ലക്ഷം യൂണിറ്റിലേക്ക് കൂടി ഈ ഒരു വൈദ്യുതി ഉപഭോഗം മാറുന്നു എന്നുള്ളതാണ്. അതായത് ടോട്ടൽ കണക്കെടുക്കുമ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ പീക്ക് ടൈമിൽ മാത്രം 5000 യൂണിറ്റിന് മുകളിലേക്ക് ഈ വൈദ്യുതി ഉപഭോഗം മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടിയ വൈദ്യുതി ചാർജ് നൽകിയാണ് സംസ്ഥാനം ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിദിനം മാത്രം 20 കോടിയിലധികം രൂപ വൈദ്യുതി വകുപ്പിന് കൂടുതൽ അധികമായി കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. അത് അത്തരത്തിലൊരു ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജലവിഭവ വകുപ്പ് അല്ലെങ്കിൽ മറ്റു വകുപ്പുകളൊക്കെ തന്നെ ഭീമമായ തുക വൈദ്യുതി വകുപ്പ് നൽകാനുണ്ട്. അത്തരത്തിൽ അത് ഉടൻ തന്നെ നൽകണം എന്നുള്ള ആവശ്യം വൈദ്യുതി വകുപ്പ് മുന്നോട്ട് വെക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു പരിധിവരെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട വൈദ്യുതി വകുപ്പ് മുന്നോട്ട് വെക്കുന്നു. ഇക്കാര്യമൊക്കെ തന്നെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു സർചാർജ് വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള തീരുമാനത്തിലേക്ക് ഏതായാലും സംസ്ഥാനം കടക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. റെഗുലേഷൻ കമ്മീഷനെ ഇക്കാര്യം ബോധിപ്പിച്ചുകൊണ്ട് ഒരു സർചാർജ്, നമുക്കറിയാം നിരവധി തവണ ഈ സർചാർജ് വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഭീമമായ തുക ഉപഭോക്താക്കൾ നൽകുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കടുത്ത പ്രതിസന്ധി അല്ലെങ്കിൽ വേനൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ സർചാർജ് വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ ഇന്ന് കൈക്കൊള്ളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ലോഡ് ഷെഡിങ്ങിലേക്ക് സംസ്ഥാനം കടക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ലോഡ് ഷെഡിങ്ങിലേക്ക് കൂടി കാര്യങ്ങൾ കടന്നാൽ അത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്നുള്ള വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സർചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സംസ്ഥാനം നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. റൈറ്റ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട 2 യോഗങ്ങൾ നടക്കുന്നു. അതിൽ ഒന്ന് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുള്ള യോഗം ആണ്. മറ്റൊന്ന് താപനില ഉയരുന്ന പശ്ചാത്തലത്തിൽ വൈദ്യുതി പ്രതിസന്ധിക്കുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള യോഗം ആണ്. വാർത്താരംഭം പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വാർത്തകളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതെങ്കിൽ നമുക്ക് വികസന വാർത്തകൾ ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കില്ല. അതിൽ തന്നെ ലോകത്തിന്, ഇന്ത്യക്ക് ഒക്കെ മാതൃകയായി മാറുന്ന ഒരു സംസ്ഥാനം ആണ് കേരളം. അവിടെ വാട്ടർ മെട്രോയും രാജ്യത്ത് തന്നെ മാതൃകയാണ്. ഇപ്പോൾ നിലവിൽ കൊച്ചിയിൽ വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. ആ വാട്ടർ മെട്രോ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുകയാണ്. പുതിയ 2 റൂട്ടുകൾ കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി ഓൺലൈനായി നാടിന് സമർപ്പിക്കാൻ പോകുന്നത്. 4 ടെർമിനലുകൾ ആണ് പുതുതായി ആരംഭിക്കുന്നത്. ഇതോടെ 9 ടെർമിനലുകളിൽ ആയി 5 റൂട്ടുകളിലേക്കാണ് കൊച്ചി മെട്രോ സർവീസ് ലഭ്യമാകുന്നത്. തീർച്ചയായും കൊച്ചിയുടെ വികസന കുതിപ്പിന് വഴിയൊരുക്കുന്ന ഒന്നാണത്. അത് സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കേണ്ട പദ്ധതിയാണ് അത്തരം ചർച്ചകൾ. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പൊല്യൂഷനോ മറ്റോ ഒന്നും ഉണ്ടാക്കാത്ത ഏറ്റവും സുഖകരമായ യാത്രയാണ് വാട്ടർ മെട്രോയിൽ ഇപ്പോൾ സാധ്യമാകുന്നത്. അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് അടക്കമുള്ള ചർച്ചകൾ നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരും വാർത്തകളിൽ തുടരും. അതോടൊപ്പം ആവർത്തിക്കുന്നു, ഒപ്പീനിയൻ പോൾ
അത് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. അതിൻ്റെ തുടർച്ച വരും മണിക്കൂറുകളിലും ന്യൂസ് 18 കേരളത്തിലുണ്ടാകും. എല്ലാ പ്രേക്ഷകരും ന്യൂസ് 18-ൽ തുടരുക. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം.